ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഏറ്റവും പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മളുടെ ക്രിക്കറ്റ് കളിക്കുന്ന ഗ്രൗണ്ടായ താഴെയാണ്. അപ്പം ഇവിടെ കുറച്ച് അതിഥികളുണ്ട്, കാണിച്ചു തരേ. കൊല്ലത്തിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തവനാണ് സഫാൻ, റോസ് ഉടുപ്പിട്ട ആൾ. അപ്പോഴത്തേക്കും 1x തന്നെ. അപ്പം ഇന്നിവിടെ മിക്കവാറും കളി നടക്കത്തില്ലെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. കാരണം എന്ന് പറയുമ്പം ഇതാണ് അവസ്ഥ. അപ്പം സ്കൂളൊക്കെ ഇവിടെ സ്കൂളും കാര്യങ്ങളൊക്കെ തുറക്കാറായി. അപ്പം മറ്റന്നാൾ തൊട്ട് സ്കൂൾ തുറക്കുകയാണ്. താങ്കളുടെ അഭിപ്രായം എന്താണ്? സ്കൂൾ തുറക്കരുത്. എന്തുകൊണ്ട്? അപ്പോൾ പഠനം വേണ്ട, കളിക്കാം. വിദ്യാഭ്യാസം വേണം ബ്രോ. വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ ആരുമല്ല എന്നല്ലേ അപ്പൂസേ? വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ ആരുമില്ലെന്ന്. ആരെങ്കിലും വരുന്നാടാ? ചിലപ്പോൾ ഇന്ന് കളി നടക്കൂല ബ്രോ. ഗൈസ്, അങ്ങറ്റത്ത് ബിലാൽ എന്ന് പറയുന്ന എൻ്റെ ഒരു പ്രിയകാല സുഹൃത്തിരിപ്പുണ്ട്. പുള്ളിയുടെ വരുംകാല ഭാര്യനെ കോൾ ചെയ്യണത്തിൽ കാണിച്ചു വിടുക പാവത്തിന്. കണ്ട, പ്രേമം മാറി കാമം കയറിയ ലോകത്ത്. ആ ഡയലോഗ് ഞാൻ മറന്നുപോയി. സഫാൻ കളിക്കുക ഫുട്ബോൾ, അല്ല ക്രിക്കറ്റ്. അല്ല, ഇന്നിവിടെ കളി നടക്കൂല. കടൽ കണക്കായി വെള്ളം. അല്ലെങ്കിൽ ഞാൻ ആറ്റിയും മഴയും നനഞ്ഞുകൊണ്ടാണ് പോയത്. നല്ല സൂപ്പർ ബ്ലോക്കായിരുന്നു. അതിനിടയ്ക്ക് സനുവിന് സിഗ്നൽ അറിഞ്ഞൂടാ. എടാ, ഞാൻ ഇങ്ങനെ നടന്നു വന്നേടാ. അപ്പോഴത്തേക്കും 2020 ഫ്രണ്ടിൽ ഒരുത്തൻ കിടക്കുന്നതാ കുടിച്ചിട്ട്. ഒരു പയ്യൻ, അവൻ നല്ല പഠിപ്പിപ്പയ്യനായിരുന്നു. പക്ഷെ പോലീസൊക്കെ ഉണ്ട്. എൻ്റെ അടുത്ത് ചോദിച്ച് ആറാന്ന്. ഞാൻ പറഞ്ഞു എനിക്കറിഞ്ഞൂടാ സാറേ, അവൻ അവിടെ ബോധം കെട്ട് കിടക്കുന്നു. അപ്പോൾ സാറ് പറഞ്ഞു അവൻ അവിടെ അതൊക്കെയാണ് അവന് നല്ലതെന്ന്. അപ്പോൾ ബ്രോ, എന്താ ബ്രോ ചെളിയിലാടാ അത്? ഗൈസ്, ഇതാണ് പന്ത്. ഗൈസ്, അപ്പോൾ ഇനി എൻ്റെയൊക്കെ സ്കൂൾ ലൈഫ് കഴിഞ്ഞു. +2 കഴിഞ്ഞു, പാസ്സായി. ഇനി ഞാൻ സോഷ്യൽ മീഡിയ, യൂട്യൂബ് അങ്ങനെ നോക്കി നടക്കുകയാണ്. പിന്നെ എൻ്റെ ക്യാമറാമാൻ 10 അതിഗംഭീരമായി ജയിച്ചിരിക്കുന്നു. A+ ഇതിലെന്നല്ലേ 10ൽ A+ കിട്ടുന്ന വലിയ കാര്യമാണോ സഫാനെ? അതാണ്, 10ൽ A+ കിട്ടിയിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. +1 +2 ആണ് നമ്മൾ തോക്കാനും ജയിക്കാനും പോകുന്നത്. എനിക്കൊരു ബാറ്റിംഗ് ആടാ. ബാറ്റിംഗ് ഇപ്പോൾ കണ്ടു. മാഗ്നറ്റ് മൈക്കാണ്. എനിക്കാടാ, ഞാൻ പഠിക്കട്ടാ ബാറ്റ് ചെയ്ത്. എനിക്ക് ബാറ്റ് ചെയ്യാൻ അറിഞ്ഞൂടാ. എന്നാലും പതുക്കെ അറിയണേ, എനിക്ക് അറിഞ്ഞൂടാ. അതാ അതിഗംഭീരമായി അടുത്ത ടീമുകൾ കളിക്കാനായി എത്തുന്നു. സഫ്രാൻ, സഫ്രാനും ഫയാസും ബിലാലുമാണ് എത്തിയിരിക്കുന്നത്. ഹായ്, അസ്സലാമു അലൈക്കും മെഹബൂബ. കണക്ഷനല്ലേ പുതുച്ച ദുരന്തറോ? എനിക്ക് ദുരന്തറുണ്ട്. ഭ്രാന്തായി, സീരിയസ് ആയിട്ട്. നിനക്ക് ഭ്രാന്തായില്ലേ? എൻ്റെ ഒരു AK-47 ഉണ്ടെങ്കിൽ ഞാൻ ആരെങ്കിലും കൊന്നേനെടേ. സഫാൻ ദുരന്തറുണ്ടോ? പോയി കാണ്, ഓൾ ടൈം ഫാനായി പോവും. ബാറ്റ് പൊട്ടൂടാ. അതിലാണ് കളിക്കുന്ന ബ്രോ. വളയും. സഫാൻ ജോലികാല ദിവസങ്ങളെക്കുറിച്ച് എന്താ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ നീ പൊക്കളയുന്ന? അപ്പോൾ നമ്മളെയൊക്കെ അത്ര ഇത് ഉള്ളല്ലേടാ? കൊള്ളാടാ, ബുദ്ധിയും ഇല്ല. സഫ്രാൻ ഏത് സ്കൂൾ കിട്ടും? പറയടാ. എനിക്കറിഞ്ഞൂടാ. എന്താ
സനു എൻ്റെ അടുത്ത് പറഞ്ഞു കായലിറങ്ങാൻ. ജയ് ജവാൻ. എനിക്ക് ബാറ്റിങ് ചെയ്യാൻ അറിഞ്ഞൂടാ. വേണ്ട, അവനെ കൊടു. എവിടാ? അപ്പുറത്താ? അവിടെ എന്തേലും നിൽക്കുന്ന? കായല്ല എങ്കിൽ ഇപ്പൊ കായലിൽ പോയി ഇറങ്ങാം, കുഴപ്പമൊന്നുമില്ല. വൈറ്റ് ബാൾ മുടി കെട്ടി വെക്കണ്ടേ. ഒരു ബാൾ എറിയടേ, ബാറ്റ് ചെയ്ത് പഠിക്കട്ട്. ഇതെന്താ എന്നെ കൊണ്ട് മാത്രം ബാറ്റ് ചെയ്യാൻ പറ്റാത്ത? ഇല്ലേ ഏറി ബാറ്റ് ചെയ്ത് പഠിക്കട്ട്. നീ മര്യാദക്ക് എറിഞ്ഞാൽ മതിടാ. നിങ്ങൾ മെനങ്ങാന്ന് ആരൊക്കെ ഇറങ്ങിയ കായലില്? മറ്റേ ഫ്രിഡ്ജാടാ. പെട്ടെന്നോട്, ഞാൻ 5-6 ബാറ്റ് കിട്ടും. എന്താ നീ ഇങ്ങനെയൊക്കെ? ചാച്ചുത്തി എറിയടാ. ഡൈ മുടി കെട്ടിയേക്കുന്ന അലമ്പാവും പറ. സനുവിന് വണ്ടി ഓട്ടിക്കാറുണ്ടോ? അറിയാവോ? സ്കൂട്ടി. എനിക്ക് ബാറ്റ് ചെയ്യാറുണ്ടോ? ഞാൻ പറഞ്ഞല്ലേ. മക്കടെ പാടം ഈ വാള് ഞാൻ കൊള്ളിക്കും, ഉറപ്പ്. അയ്യോ, ഈ വാള് ഞാൻ കൊള്ളിച്ചില്ലെങ്കിൽ ഇല്ലല്ലോ. ഒരു വാളും കൂടെ. മന്തി എന്ത് ചെയ്യും? വാങ്ങാൻ എൻ്റെ പണമൊന്നുമില്ല. ഒത്തിപ്പോ അടിക്കട്ടാ ബാറ്റ് ചെയ്ത്. വെള്ളത്തിൽ അടിച്ചിട്ട് ഇല്ല ഞാൻ തന്നെ വേട്. എന്നാ പേടിച്ചു പോയടേ. ബാറ്റ് ചെയ്യാറിനൂടെ ഗൈസ്, ഉള്ളത് പറയാം. ബാറ്റ് ചെയ്യാറിനൂടാ. എനിക്ക് ഈ ഫുട്ബോളും ക്രിക്കറ്റൊന്നും വലുതായിട്ട്. എറിപ്പന്ത് കളി 70s കളിക്കുന്നാടാ. ഞാൻ നിർത്തിന്നാ. ഇല്ല ഒരു ബാറ്റിംഗ് കൂടെ, ഒരു ബാറ്റിംഗ് കൂടെ, ഒരൊറ്റ ബാറ്റിംഗ് കൂടെ. നിനക്കറിയാം സിറു വരുന്നു.
ബാറ്റ് ഞാൻ ഇവിടെ ഇടും ഗൈസ്. അപ്പം ഗ്രൗണ്ടിൻ്റെ വീഡിയോ നമുക്ക് പൂർണ്ണമാക്കാൻ പറ്റിയില്ല. കാര്യം ഓരോരുത്തരുടെ ഇഷ്ടപ്രകാരം ഓരോരുത്തരുടെ ഇഷ്ടക്കുറവുകളും അയാൾ ഇന്നയാളെ വീഡിയോ എടുക്കലും ഇന്നയാളെ വീഡിയോ എടുക്കണം അങ്ങനെ ഉള്ളതുകൊണ്ട് ഗ്രൗണ്ടിൻ്റെ വീഡിയോ നമ്മൾ പൂർണ്ണമായും എടുത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പം എൻ്റെ വീട്ടിൻ്റെ വീഡിയോ എടുക്കുകയാണ്. അപ്പം മറ്റന്നാളല്ലേ സ്കൂൾ തുറക്കുന്നത്? മറ്റന്നാളാണ് സ്കൂൾ തുറക്കുന്നത്. അപ്പം അതിനെക്കുറിച്ച് നമുക്കറിയാം. സിയാടെ അഭിപ്രായം എനിക്ക് കേൾക്കണം. അതിനെക്കുറിച്ചുള്ള അഭിപ്രായം പറയൂ. സ്കൂൾ തുറക്കണ്ട. കാരണം പെട്ടെന്ന് വെക്കേഷൻ തീർന്ന് ഏപ്രില് പതുക്കെ തീർന്ന് മെയ് പെട്ടെന്ന് കത്തി തീരുന്നു. നീ ഓരോന്നിനെ കളിക്കാൻ പോയിട്ടല്ലേ? സത്യം പറഞ്ഞാൽ നീ വെക്കേഷൻ അടിച്ച് പൊളിച്ചാ. നിനക്ക് സ്കൂളിൽ ചെന്നാൽ ഇനി കൂട്ടുകാരന്മാരെ കാണാം. എനിക്കിനി അത് കണ്ടുകൂടെ. എൻ്റെ സ്കൂൾ ലൈഫ് കാര്യം കഴിഞ്ഞ്. സ്കൂളിനെ കുറിച്ചുള്ള അഭിപ്രായം, സ്കൂളിലെ ടീച്ചേഴ്സുമാരെങ്ങനെയാണ് അങ്ങനെ കുറിച്ചുള്ള അഭിപ്രായം പറയൂ. സ്കൂളെ കൊള്ളൂല, ടീച്ചർമാരും കൊള്ളൂല. നല്ല ടീച്ചർമാരൊക്കെ ടീച്ചർമാര് രണ്ട് നല്ല ടീച്ചറുണ്ട്. ബാക്കിയെല്ലാം സ്കൂൾ എന്തുകൊണ്ട് കൊള്ളത്തില്ല? ഇപ്പൊ ഒരടിയ എന്തെങ്കിലും വന്നാ ഇല്ലാത്തവരെ വീണ്ടും ചേർക്കും. ടീച്ചറിനെ കുറ്റപ്പെടുത്തുന്ന ആരാണ് തോന്നുന്നത് അവരെയൊക്കെ വീണ്ടും ചേർക്കും. വത്സ, അടിക്ക് നീ പോയിട്ടല്ലേ? ഇപ്പൊ ഹോംവർക്ക് എഴുതിയെന്ന് വെച്ചോ, ഹോംവർക്ക് ഇവിടെ വന്നിട്ടാണ് എഴുതിയത്, അങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കും. ക്വസ്റ്റ്യൻസ് ചോദിക്കൂല്ലേ, വരുത്തി തീർക്കൂല്ലേ കാരണങ്ങൾ? ഗൈസ്, ഞാനും ഇങ്ങനെ ആയിരുന്നു. അതായത് ഞാൻ എന്ന് പറയുന്നത് എൻ്റെ അടുത്ത് ആവശ്യമില്ലാത്ത കാര്യത്തിന് തർക്കിച്ചാൽ ആവശ്യമില്ലാത്ത കാര്യത്തിന് തർക്കിച്ചാൽ ഞാനും തിരിച്ച് എതിർക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. കാര്യമില്ലാത്ത കാര്യത്തിന്, അതായത് ഇത് കണക്ക് തന്നെ ഓരോ വള്ളിക്കെട്ടിന് എൻ്റെ HS ഹയർ സെക്കൻഡറിയിലെ ടീച്ചർമാർ ഓരോ വള്ളിക്ക് എന്നെയും പിടിച്ച് ചേർക്കും. അപ്പം ഞാൻ തർക്കിക്കും. ഞാൻ പറയും എല്ലായിടത്തും സംസാരിക്കുന്ന കണക്ക് എൻ്റെ അടുത്ത് സംസാരിക്കില്ല. ഞാൻ എന്നെ പറഞ്ഞാൽ കേട്ടോണ്ട് എൻ്റെ പൂച്ച ചെയ്യാതോ മരത്തിൽ. ഗൈസ്, അപ്പോൾ ഇനി നമുക്ക് കേൾക്കാനുള്ളത് സിയ ഈ ഇടക്കാലം വെച്ച് മീനിൻ്റെ, അതായത് ഗപ്പിയുടെ ബിസിനസ് താഴത്ത് കാണിച്ചു വിടും. ഗപ്പിയുടെ ബിസിനസ് തുടർന്നിരുന്നു. അപ്പം അതിനെക്കുറിച്ചുള്ള അഭിപ്രായം, ലാഭമാണോ നഷ്ടമാണോ കിട്ടിയെന്ന് ചോദിച്ചറിയാം. ഓക്കെ സിയ പറയൂ. ഇതുവരെ വിറ്റില്ല മീൻ. കാരണം എന്തുകൊണ്ട്? കാരണം വെക്കണ്ടെന്ന് മീൻ കുറച്ചുകൂടെ ബ്രീഡായിരുന്നു വിറ്റാൽ നിന്നെ ആൾക്കാർ പറ്റിക്കും, അതുകൊണ്ടാണ്. സിയ ഒരു പാട്ട് പാടണം. എനിക്ക് പാട്ട് പാടാറില്ല. സിയ ഗൈസ്, എൻ്റെ അനിയൻ കരാട്ടയിൽ ബ്ലാക്ക് ബെൽറ്റ് ആണ്. എനിക്ക് സർജറി കഴിഞ്ഞതിന് ശേഷം വയറിലൊരു ഇടി കിട്ടി. കാരണം എവൻ്റെതാണെങ്കിൽ അത് എൻ്റെ വകുപ്പ് കാരണമാണ്. ഞാൻ എൻ്റെ അടുത്ത് ഇല്ലാത്ത കാര്യത്തിന് ചെന്ന് ചുമ്മാ ഇളക്കി വയറിലൊരു ഇടിയിട്ട് തന്ന് 3-4 ദിവസം നല്ല കഴപ്പായിരുന്നു. ഒരു വെള്ളപ്പൂച്ചയെ പോയി എടുത്തിട്ട് വന്നു. ഈ പോണ ഒരെണ്ണത്തിന് ബുദ്ധിയില്ല. ഈ പോണ അവന് ബുദ്ധിയില്ല, ഒറ്റ ബുദ്ധിയാണ്. സത്യം ഒറ്റ ബുദ്ധിയാണ്. അവൻ പോയി അടിച്ച് പിരുത്തിട്ട് വരും, അടിയും കൊണ്ടിട്ട് വരും. അങ്ങനത്തെ ഒരു മൈൻഡ് ഉള്ള ഒരു സംഭവമാണ്. പിന്നെ എൻ്റെ ക്യാമറാമാൻ 10-ൽ നല്ലൊരു മാർക്കോട് കൂടി ജയിച്ചു. ഇനി താങ്കളുടെ അഭിപ്രായമാണ് എനിക്ക് കേൾക്കേണ്ടത്. ഇത് കഴിഞ്ഞിട്ടിൽ പറഞ്ഞല്ലേ ഗൈസ്. ഇതാണ് മുത്തു. ഇതാണ് എൻ്റെ അടുത്ത് നിന്റെ പെഡ്രി, എനിക്ക് മുത്തു. ഇതാണ് എൻ്റെ അടുത്ത് ഏറ്റവും കൂടുതൽ ഇണങ്ങി നിൽക്കുന്ന 3-ൽ ഒരുവൻ. അപ്പം മുത്തുവിനെ എന്തുവാണ് പറയാനുള്ളത്? എന്നെ വിടറാന്നാണ് പറഞ്ഞേക്കുന്നത്. പൊക്കോ ഇല്ലേ, അത് പോട്ട്. അതിന് രാത്രിയൊക്കെ എൻ്റെ കൂട്ടുകാരന്മാരോട് ഒളിച്ചിളിയെ കളിക്കാനുള്ളതാണ്. അപ്പം അതിന് വിടറാന്നാണ് പറഞ്ഞത്. വിട്ടിട്ടുണ്ട് ഗൈസ്. ചിക്കനൊക്കെ വെച്ചാൽ തലയിട്ട് മോട്ടിച്ചുകൊണ്ട് പോണ പാർട്ടികളാണ് ഈ 3 കൂട്ടങ്ങളും. പിന്നെ ഒരു മനുഷ്യക്കുന്നനുണ്ട്, മീൻ പൊരിച്ചതിൻ്റെയൊക്കെ തലയൊക്കെ നോക്കി അറിഞ്ഞിട്ട് പോണ ആളാണ്. വേണമെങ്കിൽ ഞാൻ ഒന്ന് തൊട്ട് കാണിക്കോ? അയ്യോ സോറി, നിന്നെ അല്ല കേട്ടാ. ഞാൻ തലയൊന്നും തിന്നില്ല. തല തിന്നും, എണ്ണ പൊരിച്ചമീന്റെ എണ്ണയൊന്നും കുടിക്കൂല. എണ്ണ കുടിക്കൂല. 2ാം ക്ലാസ്സിൽ എണ്ണ കുടിക്കൂല. ഇപ്പൊ 5-ൽ, ഇനി 6-ൽ. നിന്റെ പള്ളിയെ കുറിച്ചുള്ള അഭിപ്രായം, അതായത് മദ്രസയെ കുറിച്ചുള്ള? പള്ളിയിലെ കൂട്ടുകാരന്മാരെ ഓക്കെയാണ്, പക്ഷേ അതേപോലെ തന്നെ അവിടുത്തെ ഉസ്താദന്മാര് കൊള്ളൂല. പള്ളിയിലെ ഉസ്താദ് നമ്മളെ ഉസ്താദ് ഭയങ്കര കുഴപ്പമാണ്. പക്ഷെ നമ്മളെ
ക്ലാസ്സിന്റെ ഇപ്പുറത്തെ ഉസ്താദ് കുഴപ്പമില്ല, പക്ഷേ ഗൈസ് ഞാനും ആ പള്ളിയിലാണ് പഠിച്ചത്. എനിക്ക് നമ്മള് കാണിക്കാത്ത പരിപാടിയൊന്നുമില്ല. ഞാനും നല്ല അലമ്പും കാര്യങ്ങളൊക്കെ ഞാനും അലമ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എനിക്ക് പള്ളിയൊക്കെ നല്ലതായിട്ടാണ്. പക്ഷേ സ്കൂൾ ഞാനും പറയും എഡ്യൂക്കേഷൻ വേണം, അതായത് എഡ്യൂക്കേഷൻ ഈസ് ഇമ്പോർട്ടൻ്റ്, അത് ഞാൻ തള്ളി പറയുന്നില്ല. ബട്ട് എനിക്ക് റിഗ്രറ്റ് ഇതുവരെ തോന്നിയിട്ടില്ല. അപ്പോൾ പള്ളി ഒരിക്കലും അലമ്പാകത്തില്ല ചെയ്യാം. എൻ്റെ ചാനലിൽ കയറി ഓരോ മൊണ്ണ ഗെയിം പ്ലേ യൂട്യൂബ് ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കിക്കൂടായവൻ. ഞാൻ എത്ര പറഞ്ഞാലും അവൻ കേൾക്കൂല. കുറേ WWE പാവം ഗെയിം തെറാപ്പിസ്റ്റ്, പാവോടെ ഗെയിം തെറാപ്പിസ്റ്റ്. അത് എനിക്ക് ഫാദിൻ്റെ അവൻ്റെ നമ്പറുണ്ട് ഗെയിം തെറാപ്പിസ്റ്റിൻ്റെ. ഗൈസ് എനിക്ക് എൻ്റെ ഫേവറേറ്റ് വ്ളോഗറാണ് ഹനാൻഷയാണ് എൻ്റെ ഫേവറേറ്റ് വ്ളോഗർ. നിൻ്റെ ഫേവറേറ്റ് ഗൈസ് കാട്ടാളൻ സിനിമയിൽ ഹനാൻഷാക്ക് ഡയലോഗ് കിട്ടിയിട്ടില്ല, അതിൻ്റെ ഒരു നല്ല പരാതിയാണ്. കാട്ടാളനിലെ ക്യാമിയ ലോകേഷ് കനകരാജാണേ. ലിയോയുടെ സംവിധായകൻ, ഡയറക്ടർ. ഗൈസ് സിയാക്ക് ഇഷ്ടപ്പെട്ട വ്ളോഗർ ആരാണ്? വ്ളോഗർ അല്ല, ഗെയിമർ ഗെയിം തെറാപ്പിസ്റ്റ്. കാരണം നല്ല യൂട്യൂബ് ചാനലാണ്. നീ എന്താ എല്ലാം മന്ദബുദ്ധി പിള്ളേരെ കണക്കിരിക്കുന്ന ഒറ്റ ബുദ്ധിയാ നീ, പിന്നെന്തു പറ്റി? ഒന്നുമില്ല ഗൈസ്. ഇപ്പോൾ വാപ്പായിട്ട് ഉടക്കായിട്ടിരിക്കുകയാണ്. കാര്യം മീനെ വാങ്ങാൻ കൊണ്ടുപോകാത്തതുകൊണ്ട് വാപ്പായിട്ട് ഉടക്കായിരിക്കുകയാണ്. അതിൻ്റെ പരിഭവമാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അടുത്ത പ്രാവശ്യം പോകുമ്പോഴത്തേക്ക് കാർ കൊണ്ടുപോകാം. എനിക്ക് കാർ പഠിക്കണം. റിച്ചൂക്ക് എൻ്റെ അടുത്ത് പറഞ്ഞു. എന്ന് വരും? അപ്പോഴേ എന്ന് വരും? കഥ അടയ്ക്കും. മച്ചി എന്ന് വരും? കാറ് പഠിക്കാൻ വേണ്ടി കാറ് റിച്ചൂക്ക് അങ്ങ് വരോ നിങ്ങൾക്ക് തോന്നുന്നു? അയാൾ എന്നെ പഠിപ്പിക്കാൻ അത്രയും റിസ്ക് എടുത്ത് വരേണ്ട കാര്യം തോന്നുന്നു. അത് തന്നെ ഗൈസ്. അപ്പം ഇനി വരുന്ന വീഡിയോയിൽ കാറ് പഠിക്കുന്ന കാണാൻ പറ്റൂ. ഓക്കെ, കാര്യം അതിൻ്റെ അകത്ത് കുറച്ച് കാര്യങ്ങൾ. അപ്പം ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ്. അപ്പം നിങ്ങൾ കാണുകയാണെങ്കിൽ, നിങ്ങളിപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ.